സ്റ്റാൻലി അപ്പച്ചൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കൊല്ലപ്പള്ളിക്കാരുമായി എന്തെങ്കിലും രഹസ്യധാരണ വെച്ചിട്ടാണോ വൈജയന്തി ആഗ്രയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത്? ഒരിക്കലും ഒരു രഹസ്യധാരണയും ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടില്ല. വൈജയന്തിയുടെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു ഫോണിൽ. സ്റ്റാൻലി വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണ് വൈജയന്തിയെ കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. എനിക്കത് എതിർപ്പായിരുന്നു. അത് മാത്രമേ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ അടുത്ത് അപ്പച്ചൻ പറയുന്നുണ്ട്. ഞാൻ ആക്സിഡൻ്റ് ഉണ്ടായി കുറച്ചു കാലം കോമയിലായിരുന്നല്ലോ. ഈ ആക്സിഡൻറ്റ് പോലും കൊല്ലപ്പള്ളിക്കാർ ആസൂത്രിതമായി പ്ലാൻ ചെയ്തതാണോ എന്നെനിക്ക് സംശയമുണ്ട്. വൈജയന്തിയെ ആഗ്രയിൽ നിന്നും കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മരിക്കുകയും ചെയ്തു. അപ്പച്ചൻ എന്തുകൊണ്ടാണ് അന്ന് ആ കേസിൽ ഇൻവോൾവ് ആകാതിരുന്നത്? അതൊന്നുകൂടി അന്വേഷിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അന്വേഷിക്കുമായിരുന്നില്ലേ? അതും വേണ്ടെന്ന് വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, അന്ന് ബൈക്ക് ആക്സിഡൻറ്റിന് പറ്റിയ തെളിവുകളൊന്നും കിട്ടിയില്ല, ആരും കണ്ടതായിട്ടുമില്ല, പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറകെ നടന്നില്ല, നിൻ്റെ ജീവനായിരുന്നു ഞങ്ങൾക്ക് പ്രധാനം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവതക്കുട്ടി സ്റ്റാൻലിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത്രയും വലിയ മകളുണ്ടെങ്കിൽ ആ മകളെ ഏറ്റെടുക്കണ്ട, അവളെ കല്യാണപ്രായത്തിൽ നിൽക്കുന്ന കുട്ടിയല്ലേ, നിനക്ക് ഒരുപാട് ബാധ്യതയാകും, അപ്പോൾ അത് ഏറ്റെടുക്കാത്തത് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പച്ചൻ. ബാലചന്ദ്രൻ്റെ അടുത്ത് അലീന ചോദിക്കുന്നുണ്ട്, അവരിനി വിളിക്കുമോ? വിളിച്ചില്ലെങ്കിൽ ഞാൻ കഴക്കൂട്ടത്തെ ഓർഫനേജിലേക്ക് പോട്ടെ, അവിടെ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ എന്നൊക്കെ ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ അങ്ങോട്ട് പോകണ്ട, ഇവർ വിളിക്കട്ടെ, എന്നിട്ട് എന്താ തീരുമാനം എന്ന് അറിഞ്ഞിട്ട് പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയാലല്ലേ മേഡം ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേഡം വന്നിട്ട് ഇവിടെ എന്തുണ്ടാക്കാനാണ്? ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ല, ഇക്ഷ ഇഞ്ഞ ഇറ ഇണ്ണ എന്ന് വരപ്പിക്കുകയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല, നീ എവിടേക്കും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ അടുത്ത് ബാലചന്ദ്രൻ ദേഷ്യപ്പെടുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ബാലചന്ദ്രനെ കാണാൻ വേണ്ടി പാലിലേക്ക് പുറപ്പെടുന്നുണ്ട്. പകുതി വഴി എത്തുമ്പോൾ ബാലചന്ദ്രനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെ എത്താറായി, ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് നിങ്ങളെ വിളിക്കാം, അപ്പോൾ അങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരാമെന്ന് ബാലചന്ദ്രൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധനെയും വിളിച്ചിട്ട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ, ഇങ്ങനെ വരുന്നുണ്ട്, നമ്മൾക്കൊന്ന് പോകണം, വേഗം ഇറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആളെയും വിളിച്ച് പറയുന്നുണ്ട്. അത് കണ്ടിട്ട് അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? മുഖത്താകെ ടെൻഷൻ കയറിയ പോലെ ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, ഒരു പ്രശ്നമില്ല, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ആകെ വെപ്രാളപ്പെട്ട് കാറെടുത്ത് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അലീന നമ്മുടെ ശരണയെ വിളിച്ച് സംസാരിക്കുന്നതുണ്ട്. അവളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ക്ലാസ്സിൽ പോകുന്നില്ലേ, പഠിക്കുന്നില്ലേ, നന്നായി ഭക്ഷണം കഴിക്കണം, ഞാനിവിടുന്ന് പോയാലും നിന്നെ കാണാൻ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി എന്നെ ഒന്ന് കാണാൻ വരൂ, കുറേ നാളായല്ലേ കണ്ടിട്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.